പരിമിതമായ സാമ്പത്തിക സ്ഥിതിയിലും അംഗങ്ങളുടെ ക്ഷേമത്തിനും അതിലുപരി പൊതുസമൂഹത്തിന്റെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന ചങ്ങാതിക്കൂട്ടത്തിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് ജില്ലാ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി വിനോദ് അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റ് ആശുപത്രി അറ്റൻഡേഴ്സ് കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടത്തിന്റെ 2ാം വാർഷികാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ചങ്ങാതിക്കൂട്ടം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അംഗങ്ങളുടെ ക്ഷേമത്തിനായി പൊതുസമൂഹത്തിൻ്റെ ഉന്നമനത്തിനുമായിട്ടുള്ള നിരവധി പദ്ധതികളാണ് പരിമിതമായിട്ടുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം ഇങ്ങനെയൊരു കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതോടൊപ്പം വിവിധതരം ജനക്ഷേമകരമായിട്ടുള്ള പരിപാടികൾ നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ആഘോഷ പരിപാടി വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിങ്കിൾ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് വി കെ രാജു അധ്യക്ഷത വഹിച്ചു. രഘുകുമാർ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി ഉഷ, ട്രഷറർ സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ ആറിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും നീക്കം ചെയ്ത് മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതിന് കൂട്ടായ്മ രൂപം നൽകി. കൂടാതെ ഒരു കുട്ടിക്കുള്ള ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു. മൂവാറ്റുപുഴ ആറിൽ കൂടി ഒഴുകി വരുന്ന നിരവധി കാലിക്കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, മാലിന്യം ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ കമ്പനി ദിവസം ആലോചിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് കുപ്പികൾ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനം, ഒരു നടപടി ചങ്ങാതിക്കൂട്ടം നടത്തുന്നതാണ്. അതിനെല്ലാത്തിനെയും സഹായ സഹകരണം ഉണ്ടാകുമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.